വിദാമുയർച്ചി തല അജിത്തിൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ടീസർ മുന്നേ വന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു, പക്ഷേ വീഡിയോ ഇടാൻ മറന്നുപോയി. വിദാമുയർച്ചി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസിസ്റ്റൻസ്, ഡിറ്റർമിനേഷൻ, ഇതൊക്കെയാണ്. ഇതൊരു ഹോളിവുഡ് മൂവി ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ എന്നുള്ള ഒരു സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് എന്തോ ആണ്. കേർട്ട് റസൽ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി 2 ഈഗോ ആയിട്ട് അഭിനയിച്ച മച്ചാൻ പുള്ളിയാണ് അതിനകത്തുള്ള നടൻ. എസ്കേപ്പ് ഫ്രം ന്യൂയോർക്ക്, എസ്കേപ്പ് ഫ്രം LA അഭിനയിച്ചിട്ടുള്ള നടനാണ്. ഗ്രൈൻഡ് ഹൗസിലൊക്കെ ഉണ്ട്. ആ സിനിമ അത്ര വലിയ ഗംഭീര പടമോ അങ്ങനത്തെ സെറ്റപ്പ് പടമൊന്നും അല്ലായിരുന്നു. പണ്ടെങ്കാലം ഞാൻ കണ്ടാണ്, ചെറിയൊരു ഓർമ്മയുള്ളൂ. ഒരു റോഡ് മൂവിയാണ്, അത്ര എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കപ്പിളിനെ ഒരു ടീം അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു ട്രക്ക്, അങ്ങനെ ഒരു സെറ്റപ്പ് എനിക്ക് മൊത്തത്തിൽ ഓർമ്മയില്ല. ഒരു ട്വിസ്റ്റും ഉണ്ട് അതിനകത്ത്, അത്ര എനിക്ക് ഓർമ്മയുണ്ട്. ആ സിനിമയുടെ റീമേക്കാണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. എന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി കഥ അറിയാവുന്നതുകൊണ്ട് ഇതിൽ ആ ട്വിസ്റ്റ് ഓൾറെഡി എനിക്ക് മനസ്സിലായി. അതവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ആ ബ്രേക്ക് ഡൗൺ എന്നുള്ള സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അതിപ്പോൾ കാണണ്ട. എൻ്റെ അഭിപ്രായത്തിൽ വിദാമുയർച്ചി കണ്ടതിന് ശേഷം നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറയും. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ട്വിസ്റ്റ് നഷ്ടപ്പെട്ടു പോകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ഇപ്പോൾ കാണണ്ട. വിദാമുയർച്ചി കണ്ടതിന് ശേഷം ബ്രേക്ക് ഡൗൺ കണ്ടാൽ മതി. ഇതിനകത്തുള്ള ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്യാണ്. എനിക്ക് തൃശ്യ ഭയങ്കര ഇഷ്ടമാണ്. അർജുൻ സർജനെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ പുള്ളിയുടെ ഫിലിം ചോയ്സസ് ഒരവസ്ഥ തന്നെയാണ്. പണ്ട് ശങ്കറിൻ്റെ കൂടെ മുതൽമൻ ചെയ്തപ്പോൾ പുള്ളി വേറെ ലെവലൊക്കെ ആയിരുന്നു. പിന്നെ മങ്കാതയിലും പുള്ളി കിടുവായിരുന്നു. വീണ്ടും ഇവർ തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ടുപേരും കൂടി, അജിത്തും അർജുനും കൂടി. മങ്കാത അല്ലെങ്കിൽ മങ്കാത്ത, എൻ്റെ വായിലങ്ങനെ വരുള്ളൂ. ഇതിൽ ഏതാ ശരിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. മങ്കാത എന്നാണോ മാങ്കാത എന്നാണോ എന്ത് തേങ്ങാണെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് ആ പേര് ഒരിക്കലും സെറ്റാകാത്ത പേരാണ്. അപ്പോൾ വായിൽ എത്രയൊക്കെ പഠിപ്പിച്ചു തന്നാലും വീണ്ടും ഞാൻ മറന്നു പോകും. ചില വേർഡ്സ് ഉണ്ടാവില്ല, നമുക്ക് ജന്മം ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ കയറില്ല. അതുപോലത്തെ ഒരു സാധനമാണ് എനിക്കിത്. ഡോണ്ട് മൈൻഡ് ദാറ്റ്. എനിക്ക് അജിത്ത് എൻ്റെ ഒരു ഫേവററ്റ് ആക്ടറോ സംഭവം അങ്ങനെ ഒന്നുമല്ല. ഞാൻ പുള്ളിയുടെ പടങ്ങളൊക്കെ കാണും, പക്ഷേ എനിക്കങ്ങനെ ഇമ്പ്രസീവായിട്ട് തോന്നിയിരിക്കുന്ന പടങ്ങൾ വളരെ വിരലെണ്ണാവുന്നതേ ഉള്ളൂ. അത് അശോക, ഷാറുഖ് ഖാൻ്റെ അശോകയിൽ പുള്ളിയുടെ റോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. കണ്ടുകൊണ്ടേൻ മമ്മൂക്കയുടെയും ഐശ്വര്യയുടെ കൂടെയൊക്കെ അഭിനയിച്ച ആ സിനിമ തബൂക്കുള്ള പടം, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. മങ്കാത അല്ലെങ്കിൽ മങ്കാത എന്ത് തേങ്ങാന്ന് വെച്ചാൽ അത് ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഉന്നക്കെന്നെ വേണം സൊല്ലു പാട്ടുള്ള എന്നെ അറിന്താൽ ഗൗതം വാസുദേവമേനോൻ്റെ, അതിനകത്തും തൃശ്യയായിട്ടായിരുന്നു. പിന്നെ മങ്കാതയിലും തൃശ്യയായിരുന്നല്ലേ പറഞ്ഞ പോലെ. പുള്ളി തൃശ്യയായിട്ടാണ് കൂടുതൽ അഭിനയിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പടം. വേറെ കുറേ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ കുറേ സിനിമകളുണ്ട്. ഹിന്ദിയിൽ ഹൃത്തിക് റോഷനെ പോലെ തന്നെയാണ്, ഹിന്ദിയിൽ ഷാറുഖ് ഖാനൊക്കെ പോലെ പുള്ളിക്ക് വിൻ്റെ ഭ്രാന്താണ്. ഹൃത്തിക് റോഷന് കെയിൻ്റെ ഭ്രാന്താണെങ്കിൽ ഷാറുഖ് ഖാന് കെയിൻ്റെ ഭ്രാന്താണെങ്കിൽ പുള്ളി എപ്പോൾ സിനിമ എടുത്താലും വെച്ച സിനിമ എടുക്കുകയുള്ളൂ. ഫോർ വട്ടോളി അല്ല. അപ്പോൾ എല്ലാം വിവേകം, വിശ്വാസം, പുള്ളിയുടെ ഒരു 10 കൊല്ലമുള്ള പടം എല്ലാം എടുത്ത് നോക്കിയാൽ എനിക്കൊന്നും മങ്കാത മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ അതിന് മുന്നേ ബില്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിടക്ക് മൊത്തം എന്തിറങ്ങിയാലും ആണ്. അതാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അജിത്ത് വെച്ച് പടം ഇറക്കുമ്പോൾ വെറുപ്പിക്കൽ, ഫോർ വെറുപ്പിക്കൽ എന്നുള്ള ലെവലാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഞാൻ അത് പറയാണ്. എനിക്ക് പുള്ളിയെ ഇഷ്ടമാണ്, ആസ് എ പേഴ്സൺ പുള്ളി അടിപൊളിയാണെന്നൊക്കെയാണ് എനിക്ക് തോന്നിയേക്കണത്. സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ഒക്കെ ആൾ ഗ്ലാമറാണ് ഒക്കെയാണ്. പക്ഷേ എനിക്ക് പുള്ളിയുടെ ആക്ടിങ് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കാറില്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിൽ നിന്നും ഈ സിനിമ കുറച്ചൊരു ആശ്വാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ അതും കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഈ സിനിമ അത്യാവശ്യം നീറ്റായിരിക്കും എന്ന് വിചാരിക്കണം. പൊതുവേ പുള്ളിയുടെ ഒരു സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കാറില്ല. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന സംഭവം കൊള്ളാമെന്ന്. എന്തായാലും ഞാൻ ഈ സിനിമ ഒരു സ്പെഷ്യൽ തിയേറ്ററിലാണ് കാണുന്നത്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം ഞാൻ അന്നിടാം. എന്തായാലും ഇത് ഇറങ്ങുന്നത് ഫെബ്രുവരി 6 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഐ ആം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. എന്തായാലും കണ്ടിട്ടിട്ടേക്കാം. ഫെബ്രുവരി 7 ഇൻ്റർസ്റ്റെല്ലാർ ഇറങ്ങുന്നുണ്ട്. അത് വേറെ കളി. അത് നമ്മൾ ഐമാക്സിൽ തന്നെ കാണും. അത് ഞാൻ ആക്ച്വലി 2 തവണ കാണുന്നുണ്ട്. ഐമാക്സിൽ കോയമ്പത്തൂരും ഐമാക്സ് കൊച്ചിയിലും ഞാൻ കാണുന്നുണ്ട്. 2 ഐമാക്സത്തെ ലേസറാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ലിങ്ക് ചെയ്തേക്കാം, കണ്ടുപോക്കുക. എന്താ വിദാമുയർച്ചി ട്രെയിലർ കൊള്ളാം. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കൊള്ളാം. ഒരു പാമ്പാട്ടി സ്റ്റൈൽ സാധനമുണ്ട്, എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം കൊള്ളാം, നല്ല രസമുണ്ട് കേൾക്കാൻ. അതുപോലെ തൃശ്യ ആസ് ഓൾവേസ്. തൃശ്യ ഇസ് നോട്ട് ഏജിങ് അറ്റ് ഓൾ ഐ ഗെസ്. പണ്ട് തൃശ്യയെ കണ്ട അതേ ലുക്കൊക്കെ തന്നെ തൃശ്യയ്ക്ക് ഇപ്പോഴും. ഐഡൻറ്റിറ്റിയിൽ കണ്ടപ്പോഴും ഒക്കെ അങ്ങനെ തന്നെ. തൃശ്യ ഇങ്ങനെ ഏജ് ചെയ്യുന്നില്ല എന്നുകൊണ്ട് എന്തോ എലിക്സർ കുടിച്ചിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്തായാലും തൃശ്യയെ കാണാൻ നല്ല ഭംഗിയുണ്ട്.
പിന്നെ ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ക്യാമറ വർക്ക് ഓം പ്രകാശ് ആണ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, നല്ല അടിപൊളി ക്യാമറ വർക്ക്. ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന പോലെ കുറച്ച് ഇൻ്റർനാഷണൽ ലെവൽ ക്യാമറ വർക്ക് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇതൊരു റോഡ് പടമാണ്. അപ്പോൾ പണിയറിയാവുന്നവരെ കൊണ്ടുവന്നില്ലെങ്കിൽ നല്ല ബോറായിരിക്കും. റോട്ടിൽ തന്നെ ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി അതിനകത്ത് ആക്ഷൻ ഉണ്ടാവണം. ഇതൊരു റോഡ് ആക്ഷൻ മൂവിയാണ്. ബ്രേക്ക് ഡൗൺ കണ്ടിട്ടുള്ള കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അത് ആ ലെവലിൽ എടുത്ത് വെച്ചാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. എന്തായാലും ഡയറക്ഷനും ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന ആൾക്ക് പണിയറിയാം. അതാണ് എനിക്ക് ഫീൽ ആയത്. എന്തായാലും സ്റ്റണ്ട് സുപ്രീം സുന്ദറൊക്കെയാണ്. എന്തായാലും വരട്ടെ, പടം കണ്ടിട്ട് അഭിപ്രായം ഇടാം. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാർ ബെറ്റർ കമ്പയർഡ് ടു ഞാൻ കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളായിട്ട് അജിത്തിൻ്റെ മറ്റുള്ള മൂവീസിൻ്റെ ടീസറും ട്രെയിലറും സിനിമയും കണ്ടു വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് ഫാർ ബെറ്റർ ഇൻ മൈ ഒപ്പീനിയൻ. അതെനിക്ക് തോന്നി, അത് ഞാൻ പറയുന്നു. ചേട്ടാ.